എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ കാഠ്മണ്ഡു ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മളെ വീട്ടിലെത്തി. അപ്പം ഇന്നലെയാണ് ലോഡൊക്കെ ഇറക്കിയിട്ട് വണ്ടി വർക്ക്ഷോപ്പിലെത്തിയത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ കുറച്ച് ചില്ലറ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ബ്രേക്ക് ലൈറ്റ് വണ്ടിയുടെ ഒരെണ്ണേ കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരെണ്ണം നമ്മൾ മേടിച്ച് പിടിപ്പിച്ചു. ഇനി ഒരെണ്ണം കൂടെ കിട്ടണം. കമ്പനിയിൽ ഇനി പോകണം മേടിക്കാൻ. അല്ല, എറണാകുളത്ത് നിന്ന് മേടിച്ചോണ്ട് വരുന്നുണ്ട് വേറൊരു വണ്ടിയിൽ. ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ, റൈറ്റ് സൈഡേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ഇപ്പോൾ മേടിച്ചോണ്ട് വരും. പിന്നെ ബ്രേക്ക് ലൈറ്റ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഒരു ലൈറ്റിന് 4200 രൂപ. ഞാനത് 3500 നേരത്തെ, ഇപ്പം 1000 രൂപ കൂടിയെന്ന്. 3200 300 അങ്ങനെ കണ്ടായിരുന്നു. 1000 രൂപയുടെ കൂടി ഒരു ലൈറ്റാല്. അപ്പം വെറുതെ അല്ല അവർ അടിച്ചോണ്ട് പോയത്. സത്യം, അതിപ്പോൾ മനസ്സിലായ. പിന്നെ വണ്ടിക്ക് എയർ ലീക്ക് ഉണ്ടായിരുന്നു. ബലൂൺ ഒരെണ്ണം പൊട്ടിപ്പോയായിരുന്നു. അതെ, ഈ ബലൂണാണ് പൊട്ടിപ്പോയതുണ്ടോ? അതിലെ ഭയങ്കര എയർ ലീക്ക് ആയിരുന്നു. കീറിപ്പോയത്. അത് നമ്മൾ പുതിയ മേടിച്ച് മാറി. ഇതല്ല, ഇതൊക്കെ നമ്മുടെ വർഷത്തിൽ തന്നെ ചെയ്തു കേട്ടോ. എയർ ലീക്ക്, വേറൊരു എയർ ലീക്ക് കൂടെ ഉണ്ട്. ഈ എയർ ഡ്രയറിൻ്റെ അവിടുത്തെ ഒരു ഉറങ്ങി പോയിട്ടുണ്ട്. ഇതുണ്ട്, അതിലെ ചെറിയ ലീക്ക് ഉണ്ട് ഇപ്പോൾ. ഇതേ ഇതിലെ സൈഡിൽ കൂടെ. ഈ സാധനം കൊണ്ടു കൊടുക്കാൻ പോകണ്ടേ? ആ സാധനം അവർ വരുമ്പോഴത്തേനും കൊണ്ടു ചെന്നാലും മതി. ധൃതിയൊന്നുമില്ല, പതുക്കെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചാൽ മതി. അപ്പോൾ അത് നമ്മുടെ പിക്കപ്പിന് വല്ലതും കയറ്റി വിട്ടാൽ മതി. പിന്നെ എയർ ഫിൽട്ടർ ഇതുണ്ടോ, എയർ ഫിൽട്ടർ ഇതിനകത്തേ വരുന്നത്. എയർ ഫിൽട്ടർ മൊത്തം അഴിച്ചെടുത്ത് അത് ഊരിയെടുത്തിട്ട് നല്ലപോലെ എയർ അടിച്ച് കളഞ്ഞു. എന്ന് പറഞ്ഞാൽ നമ്മൾ പോയിടം മൊത്തം ഭയങ്കര പൊടിയല്ലായിരുന്നോ, പൊടിയും പിന്നെ മൺറോഡും ഒക്കെ അല്ലായിരുന്നു. അതിനകത്തൊക്കെ ഭയങ്കര പൊടിയില്ല. അപ്പോൾ ഈ ഇതിലെയാണ് എയർ എടുക്കുന്നത്. നമ്മളിട്ട് ഉണ്ടോ, അതിലെ എയർ വലിച്ചെടുക്കുന്നത്. എൻജിനിലേക്ക് ഓക്സിജൻ കൊടുക്കുന്നത് ഇതിലെ എയർ വലിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൽ കയറി ഇങ്ങനെ വന്ന് ഇതിലെ ഫിൽട്ടർ ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഈ കയറുന്ന പൊടിയെല്ലാം ഇതിനകത്ത് ഫിൽറ്ററിനകത്തുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതഴിച്ച് എയറിൽ അടിച്ചിട്ടു. അതേപോലെ തന്നെ എ സി ഫിൽറ്ററിനകത്ത് ഒത്തിരി പൊടി കയറി വരും. എ സി ഫിൽറ്റർ മാറി. അപ്പം പിന്നെ വേറെ പരിപാടി. പിന്നെ ഇപ്പോൾ ഇതിന് ഒരു ഒറിഞ്ഞൂടെ മാറിയാൽ ഈ എയറിലേക്ക് മാറി. ആരൻ്റെ കേസല്ലേ, വേറെ പണിയുണ്ടായിരുന്നു? വേറൊന്നുമില്ലായിരുന്നു, വേറെ ചില്ലറ പണിയൊന്നുമില്ല. പിന്നെ ബൾബ് വല്ലതും ഒക്കെ പോയിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ചെക്ക് ചെയ്തു. അതെല്ലാം ചെയ്തു. അപ്പോൾ നമ്മുടെ മെയിൻ മെക്കാനിക്ക് നമ്മുടെ പൈപ്പ് അഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടുത്തെ ഒരു ഓറിങ് പോയിട്ട് എയർ ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടിയുടെ പണിയൊക്കെ കഴിഞ്ഞു. പുത്തൻ ട്രാവൽ വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നും എടുക്കുന്ന സൈഡിലേക്ക് എല്ലാം എടുക്കണ്ട കേട്ടോ. ഇങ്ങോട്ടല്ല ഇറക്കണ്ട, അപ്പുറത്തെ സൈഡിലേക്കാ. എയർ ലീക്ക് ഒക്കെ മാറിയല്ലോ അല്ലേ? എയർ ലീക്ക് മാറി, സ്റ്റാർട്ടാക്കിയപ്പോൾ എയർ ഉണ്ടായിരുന്നു. അപ്പോഴേ നല്ല ചൂടാണ്. നമുക്ക് വരവ് ചെലവ് കണക്കൊക്കെ നമുക്ക് വണ്ടിക്കകത്ത് കയറിയിരുന്ന് നോക്കാം. കയറിക്കോ. നമ്മുടെ ഒരു ട്രിപ്പിൻ്റെ വരവ് ചെലവ് കണക്ക് പറഞ്ഞിട്ട് ഒരുപാട് നാളായി, ഒരുപാട് കാലമായി. അതെ, ഇതെന്താണെന്ന് ചോദിച്ചാൽ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പായിരുന്നല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ ട്രിപ്പിൻ്റെ ഒരു വരവ് ചെലവ് കണക്കൊക്കെ നോക്കാം. പിന്നെ ഓരോ ട്രിപ്പിനും അധികം വരവ് ചെലവ് പറയാത്ത എന്നാന്നറിയോ, അപ്പോൾ ആൾക്കാർ വന്നിച്ച് പറയാൻ നഷ്ടമായതുകൊണ്ട് നിങ്ങൾക്ക് വണ്ടികൾ ഒത്തിരി ഉണ്ടല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത് ആരെ ബോധിപ്പിക്കാനാ? അതുകൊണ്ട് പിന്നെ നമ്മൾ വരവ് ചെലവ് കണക്കുകൾ അങ്ങനെ എടുക്കാറില്ലായിരുന്നു. പിന്നെ ഞങ്ങളിവിടെ നോക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഇതെന്തിനാ ഈ വരവ് ചെലവ് കണക്ക് നമ്മൾ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, സ്വാഭാവികമായിട്ട് ഒരാൾക്ക് അറിയാമല്ലോ. ഇന്നപോലെ ഒരു ലോറി ഓടുമ്പം ഡീസൽ എത്ര വേണം, അല്ലെങ്കിൽ ടോളിന് ഇതിന് എത്ര രൂപ ആവുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ മിക്കതും അറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മളിത് ഒരു വരവ് ചെലവ് കണക്ക് നമ്മളിങ്ങനെ ഇടുന്നത്, എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി. അല്ല, ഓരോരുത്തർ ചോദിക്കല്ലേ, ഓരോരുത്തരുടെ മനസ്സിലുണ്ടായിരിക്കും. വണ്ടി ഫീൽഡിൽ നിൽക്കുന്നവരല്ലേലും ഈ ടോളിന് ഇവർക്ക് എത്ര രൂപ ആകുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡീസൽ എത്ര രൂപയ്ക്ക് അടിക്കുന്നുണ്ടായിരിക്കും, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ അതിലുപരി ചിലർ ഓർക്കുന്ന ഈ വണ്ടി ഒരു സൈഡിലേക്ക് ലോഡും കൊണ്ട് പോയിട്ട് തിരിച്ച് കാലിയാണ് വരുന്നത്. എന്നാന്ന് വെച്ചാൽ എന്നെ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വണ്ടി അതിലെങ്ങാനും പോകുമ്പോൾ തിരിച്ച് കാലി വരുന്നുണ്ടോ? നമ്മുടെ ഒരു കുറച്ച് സാധനം കൊണ്ടുവരാനുണ്ടായിരുന്നത്. കാലി ഒരിടത്തോട്ടും ഓൾ ഇന്ത്യ പെർമിറ്റ് വണ്ടികൾ ഒരിടത്തോട്ടും കാലി പോകത്തില്ല. എന്നാന്ന് വെച്ചാൽ ഒരു സൈഡിലേക്കുള്ള വാടകയെ കിട്ടുന്നുള്ളൂ. അത് തന്നെ ചില സൈഡിൽ അങ്ങോട്ട് ചെല്ലാനുള്ള വാടക പോലും കാണുകയില്ല. തിരിച്ചോടെ ലോഡ് എടുക്കാതെ ഒരിക്കലും ഈ വണ്ടി വരാൻ പറ്റുകയില്ല. അങ്ങനെ വരുള്ളൂ. അപ്പോൾ രണ്ട് സൈഡിൽ ലോഡ് എടുത്ത് തന്നെയാണ് വണ്ടികൾ ഓടുന്നത്. പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, ഒരു സ്ഥലത്തുനിന്ന് ഇത്രയും ദൂരം കാലി ഓടിപ്പോയി ഒരു ലോഡ് കയറ്റിയാൽ അതെങ്ങനെയാണ് മുതലാകുന്നതെന്ന്. അപ്പോൾ ഈ പ്രാവശ്യമാണെങ്കിലും നമ്മൾ ചിക്കബല്ലാപുരം പോയിട്ടാണ് നമ്മൾ ലോഡ്, ചിക്കബല്ലാപുരല്ലേ, ചിക്കമംഗളൂർ, അപ്പം ഈ ലോഡ് കയറ്റിയത്. അപ്പം അതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് നിലവിൽ ലോഡില്ല. അപ്പം ലോഡ് ഉണ്ടെങ്കിലും ചിലപ്പോൾ ആ വാടക തന്നെ ഇവിടുന്നും ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഈ കാലി പോകുന്നത്. കാലി പോകുന്നത് വെച്ചാൽ ഈ അത്രയും ദൂരം അത്രയും കൊണ്ട് നമുക്ക് ഡീസലൊക്കെ ലാഭമുണ്ട്. അതുകൊണ്ട് അവിടെയാണ് അങ്ങനെ കാലി പോയി കയറ്റുന്നത്. അപ്പോൾ അവിടുത്തെ വാടക ഇവിടുത്തെ വാടകയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല.
അതുപോലെ അവിടുന്ന് തിരിച്ചിങ്ങോട്ട് വരുമ്പം ശരിക്കും കാഠ്മണ്ഡുവിന് ലോഡും കൊണ്ടുപോയാലും അല്ലെ നേപ്പാളിൽ എവിടെ ലോഡും കൊണ്ടുപോയാലും തിരിച്ച് നമുക്ക് ലോഡില്ല. കാലി വന്ന് യു പിയിലോ ബീഹാറിലോ വന്ന് ലോഡ് കയറ്റാനേ പറ്റുള്ളൂ. പിന്നെ അങ്ങനെ വരുമ്പോഴും യു പിയിൽ നിന്നും ബീഹാറിൽ നിന്നൊന്നും നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് ലോഡില്ല, വാടകയില്ല. വാടക വളരെ മോശം എന്ന് പറഞ്ഞാൽ പൂനെന്നോ അല്ലെങ്കിൽ അഹമ്മദാറിന്ന് സവോളയും കൊണ്ട് വരുന്ന ആ വാടക പോലും ഇല്ല. അതിലും വാടക കുറവാണ്, അതിൻ്റെ ഡബിൾ ദൂരമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണിത്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ മൊത്തത്തിൽ ഈ ട്രിപ്പ് 29 ദിവസം എടുത്തു. ലോഡ് ഇറക്കി വെച്ച് വീട്ടിൽ വരാൻ 29 ദിവസം എടുത്തു. 29 ദിവസം പിന്നെ 29 ദിവസം എടുത്തെന്ന് പറയുമ്പോൾ നമ്മളൊരു 5 ദിവസത്തിലേക്ക് ഇറങ്ങി അല്ലേ? 4-5 ദിവസം അവിടെ കറങ്ങാൻ വേണ്ടിയിട്ട് എടുത്താണ്. അല്ലെങ്കിൽ അത്രയും ദിവസം വേണ്ട, അതിന് മുമ്പ് പോയിട്ട് വരാം. പിന്നെ 3 ദിവസം ബോർഡറിൽ പോയത്. അപ്പം പിന്നെ ഈ ഇന്റർനാഷണൽ ട്രിപ്പ് എങ്ങോട്ട് എടുത്തെന്ന് പറഞ്ഞാലും ബോർഡറിൽ ഒരു 4-5 ദിവസം കിടക്കാമെന്ന് പ്രതീക്ഷിച്ച് മാത്രമേ പോകാവുള്ളൂ. കുറഞ്ഞത് 4 ദിവസം 3-4 ദിവസം തൊട്ട് മുന്നോട്ട് എത്ര ദിവസം ആകാം, ചിലപ്പോൾ 8-10 ദിവസമൊക്കെ ആവാം. അത് ഓരോ ലോഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ബില്ല് പിന്നെ അവരുടെ അവിടെ സ്ഥിരം പോകുന്ന ലോഡാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്നായി കിട്ടും. വല്ലപ്പോഴും പോകുന്നതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവിടെ താമസം ഉണ്ടാവും. അതങ്ങനെ. അത് ഇന്നാളൊരു പ്രാവശ്യം നമ്മൾ അന്ന് പോയപ്പം മറ്റേ റെക്സോൾ ബോർഡറിൽ തമിഴ്നാട് വണ്ടി 15 ദിവസമായ വണ്ടി ഓർക്കുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ചില സമയങ്ങളിൽ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. എങ്ങനെയാണെങ്കിലും 4-5 ദിവസം ഏറ്റവും കുറഞ്ഞത് ബോർഡറിൽ കിടക്കേണ്ടി വരും. അത് ഇന്ത്യൻ ബോർഡറിൽ ഒരു 1-2 ദിവസം, നേപ്പാൾ ബോർഡറിലും അതുപോലെ തന്നെ. ഇവർ രണ്ടിടത്തും കയറി വേണം പോകാൻ. അതിൻ്റെ സമയമെടുക്കും. പിന്നെ നമ്മൾ ഈ ട്രിപ്പ് മൊത്തം പോയിച്ചു വന്നപ്പം എത്ര കിലോമീറ്റർ? 6600 കിലോമീറ്റർ അല്ലേ? 6594 കിലോമീറ്റർ ഓടി 29 ദിവസം. പിന്നെ നമ്മൾ ഇതിനകത്ത് ഈ ട്രിപ്പിൻ്റെ ചിലവായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ട്രിപ്പ് പോയപ്പം ലോഡ്, ഈ വണ്ടിയുടെ കമ്മീഷൻ, ഈ ലോഡിൻ്റെ കമ്മീഷൻ അതൊരു 2000 രൂപ. പിന്നെ ലോഡ് ചെയ്തെടുത്ത് അവിടെ കൊടുത്ത പൈസ ഒരു 1200 രൂപ. പിന്നെ ഇറക്കിയെടുത്ത് അൺലോഡിങ്ങും ഒക്കെ ആയിട്ട് കുറച്ച് പൈസ, പിന്നെ എല്ലാം കൂടെ അവിടെ ഒരു 1200 രൂപ. പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു സംശയം, അവിടെ ചെല്ലുമ്പം ഇന്ത്യൻ റുപ്പിയിലാണോ നേപ്പാളി റുപ്പിയിലാണോ കൊടുക്കുന്നതെന്ന്. അപ്പം അവിടെ ചെല്ലുമ്പോൾ അവർ നേപ്പാൾ റുപ്പി തന്നെയാണ് അവർ പറയുന്ന പൈസ. അപ്പോൾ അത് നമ്മൾ ഇന്ത്യൻ റുപ്പിയിൽ കൺവേർട്ട് ചെയ്താണ് കണക്ക് എഴുതുന്നത്. പിന്നെ ഒരു കാര്യം, ഈ വാടക തരുന്നത് ഇന്ത്യൻ റുപ്പിയിലാണോ നേപ്പാൾ റുപ്പിയിലാണോ? വാടക തരുന്നത് ഇന്ത്യൻ റുപ്പിയിൽ തന്നെയാണ്. നേപ്പാൾ റുപ്പിയാണ് അതനുസരിച്ചുള്ള പൈസ. ഇപ്പോൾ 10000 രൂപ നമുക്ക് തരണമെങ്കിൽ അവിടുന്ന് അവിടുത്തെ പൈസ തരുന്നെങ്കിൽ 16000 രൂപ തരും. അന്ന് പറഞ്ഞാൽ 100 രൂപ 160, നമ്മുടെ 100 രൂപ അവരുടെ 160 രൂപയാണ്. നമ്മുടെ 100 രൂപ കൊടുത്താൽ അവരുടെ 160 രൂപ കിട്ടും. അങ്ങനെ. അപ്പോൾ അതെല്ലാം ഇവിടുന്നുള്ള ട്രാൻസ്പോർട്ടറൊക്കെ ആയതുകൊണ്ട് പൈസ എല്ലാം ഇന്ത്യൻ റുപ്പിയിൽ തന്നെ നമുക്ക് തരുന്നത്. അതിനെന്ന് വെച്ചാൽ ബോർഡറിൽ നമുക്ക് അവിടുത്തെ ഒരു 16000 രൂപ വന്നു, അത് ഇവിടുത്തെ ഒരു 10000 രൂപ ആയിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അങ്ങനെ ഈ ഇത്രയും ചിലവെല്ലാം കൂടെ ലോഡിങ് അൺലോഡിങ് കമ്മീഷൻ എല്ലാം കൂടെ കൂടി ഒരു 5900 രൂപയായി. പിന്നെ ഒരു 3000 രൂപ നമ്മൾ വർക്ക്ഷോപ്പിലായി. അങ്ങനെ ഒരു 8900 അത്. പിന്നെ തിരിച്ചിങ്ങോട്ട് വന്ന് ഗോരഖ്പൂർ ആദ്യം ഇവിടുന്ന് അവിടെ ഒരു ലോഡിങ്ങിന് ഒരു 1100 രൂപ, കമ്മീഷൻ കൊടുത്ത ഒരു 1700 രൂപ, പിന്നെ ടയർ പഞ്ചറായപ്പോൾ ഒരു 1600 രൂപ, അതെല്ലാം കൂടെ ഒരു 4400 രൂപ. പിന്നെ ആർടിഒയും പോലീസും അതെല്ലാം കൂടെ നോർമൽ ഒരു വണ്ടി പോവുകയാണെങ്കിൽ ഒരു 8000 രൂപ തൊട്ട് ഒരു 10000 രൂപ വരെ ആവും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ച് വേരിയേഷൻ ഉണ്ടാവും. നേപ്പാളിലും ഇഷ്ടംപോലെ വഴിയിലെല്ലാം നേപ്പാളിൽ നല്ല പിരിവുണ്ട്. പിന്നെ അത് അവിടുത്തെ പൈസ വെച്ച് കൊടുത്താൽ മതി. പിന്നെ ടോള് 30 രൂപയായി അങ്ങോട്ട് പോയപ്പോൾ നേപ്പാളിലായാലും തിരിച്ചു വന്നപ്പോഴും 30 രൂപ. അപ്പോൾ 60 രൂപ നേപ്പാളി റുപ്പി 60 രൂപയായുള്ളൂ. നമ്മുടെ ഇവിടുത്തെ ഒരു 40 രൂപ താഴെ ആയിട്ടുള്ളൂ ടോള്. പക്ഷേ വഴി വളരെ മോശമായിരുന്നു. വഴി വളരെ ശോകമായിരുന്നു. പിന്നെ അതെ, അതുകൊണ്ടാണ്. പിന്നെ ഡീസലും നല്ലപോലെ ആവും. 1.5 കിലോമീറ്ററൊക്കെ അങ്ങോട്ട് പോയടുത്ത് മൈലേജ് കിട്ടിയുള്ളൂ ഞാൻ നോക്കിയിട്ട്. അവിടെ ചുമ്മാ ഒന്ന് നോക്കിയിട്ട്, അത്ര ക്ലിയർ ആയിട്ടൊന്നും നോക്കിയില്ല. പിന്നെ നമ്മൾ ഇത്രയും കിലോമീറ്റർ ഓടിയപ്പം ഈ ട്രിപ്പ് അടിച്ചേക്കുന്ന ഡീസൽ 1878 ലിറ്റർ ഡീസൽ അടിച്ചു. അതിന് പല വില വെച്ച് പല സ്റ്റേറ്റിൽ നിന്ന് അടിച്ചാണല്ലോ 1,70,863 രൂപയായി. അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ യു പിയിൽ മാത്രമായിരുന്നു ഏറ്റവും ഡീസലിന് വിലക്കുറവ്. അതിന് 88 രൂപ ചില്ലറയേ ഉള്ളായിരുന്നു. പിന്നെ കർണാടക 90, 91 ആയിരുന്നു. 91, 92 ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ 93. പിന്നെ കേരളത്തിൽ നിന്ന് കുറച്ച് ഡീസൽ അടിച്ചു, അത് 95 രൂപ എടുത്തു. 94,75 അങ്ങനെ എന്ത് വിലയായിരുന്നു. അപ്പം പിന്നെ ഒരു ഭീമമായ തുക എന്ന് പറയുന്നത് അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അത്രയാവുന്നു. എത്ര? ഈ ഇത്രയും രൂപ ടോള് 50,113 രൂപ ഇന്ത്യയിൽ ടോളായി. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പിന്നെ പറയാം. പിന്നെ ബാറ്റ, 2 ഡ്രൈവർമാരുടെ ബാറ്റ 48,480 രൂപ അച്ചയ്ക്ക് കൊടുക്കാം അല്ലേ മൊത്തം.
പിന്നെ നമ്മളവിടെ 5 ദിവസം താമസിച്ചു. അതായത് 72 മണിക്കൂറിനകം നമ്മൾ ബോർഡറിൽ നിന്ന് ഇന്ത്യൻ ബോർഡർ കടന്ന് നേപ്പാൾ ബോർഡറിൽ നിന്ന് പോയാൽ 72 മണിക്കൂറിനകം നമ്മൾ തിരിച്ച് കയറണം. അപ്പോൾ അവിടെ നിന്ന് ഒരു പേപ്പർ നമുക്ക് തരും. അത് തിരിച്ച് വരുമ്പോൾ അവിടെ കൊടുക്കണം. അത് 72 മണിക്കൂർ അതിന് സമയമുള്ളൂ. അതിന് മുമ്പ് വരണം. അതിൽ കൂടുതൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈൻ വരും. ഒരു ദിവസം ഈ വഴി സൊനോലി വഴി വരുമ്പോൾ നേപ്പാൾ ബോർഡറിൽ 2500 രൂപയാണ്. അതിന് ഒരു ദിവസം ലേറ്റ് ആയാൽ പൈസ നേപ്പാളി റുപ്പി. നമ്മൾ 5 ദിവസം താമസിച്ചു. 12,500. അതിൻ്റെ ഇന്ത്യൻ്റെ വാല്യൂ നോക്കുമ്പോൾ 7,000 8,000 രൂപ വരും. അതങ്ങനെ. അത് വണ്ടിക്ക് പോകുമ്പോൾ ലോറിക്ക് പോകുമ്പോഴൊക്കെ അല്ലേ ഉള്ളൂ, ലോറിക്ക് അതെ മറ്റേ പെർമിറ്റ് എടുത്ത ആൾക്കാർ പറഞ്ഞു. ഇത് ലോറി പോകുമ്പോഴത്തെ കാര്യമാണ് നമ്മൾ ഈ പറയുന്നത് എല്ലാം. അപ്പം അതെന്ന് പറഞ്ഞാൽ നോർമൽ ഒരു വണ്ടി പോയിച്ച് വരാൻ ഇത്രയും സമയം വേണ്ട. അങ്ങോട്ടോ ഇങ്ങോട്ടോടെ ഒരു 72 മണിക്കൂറൊന്നും വേണ്ട. അതിന് മുമ്പ് തന്നെ പോയി ലോഡ് ഇറക്കിയിട്ട് തിരിച്ചു വരാൻ പറ്റും. ഇത് ഞങ്ങൾ അതിലേക്ക് ഇറങ്ങാൻ പോയതുകൊണ്ട് മാത്രമാണ് ഇത്രയും താമസിച്ചത്. അത് വണ്ടിയുടെ ചെലവിൽ കൂട്ടിയിട്ടില്ല. അല്ല, അത് വണ്ടിയുടെ ചെലവിലേക്ക് നമ്മൾ കൂട്ടിയിട്ടുമില്ല. അപ്പം പിന്നെ മൊത്തത്തിൽ നമ്മൾ വണ്ടി ഓടിയതെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 3,23,200 രൂപയാണ് വണ്ടി ഓടിയത്. പിന്നെ ഇതിനകത്തൊരു വീട്ടു സാധനം നമ്മൾ കേട്ടിട്ടുണ്ട്. അത് പക്ഷേ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റില്ല. എന്ന് വെച്ചാൽ അത് വല്ല റയറായിട്ട് കിട്ടുന്ന ഒന്നാമവിടെ മലയാളികളൊന്നുമില്ല, അങ്ങനെയില്ല. ഇതിപ്പോൾ ഇവർ ഇങ്ങോട്ട് വരാൻ നിന്ന സമയത്ത് നമ്മൾ പോവുകയും അപ്പോൾ അതുകൊണ്ട് എടുത്തുകൊണ്ട് വന്നുള്ളൂ. അതിൻ്റെ ഇതിനകത്ത് കണക്ക് ഇപ്പോൾ എടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ ഒരു വണ്ടി പോയാൽ എങ്ങനെ എന്ത് ഉണ്ടാവും എന്നുള്ളതാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇതെല്ലാം കൂടെ ചിലവ് മൊത്തം വണ്ടി ഓടിയ 3,23,200. ഇതിനകത്ത് ഒരു 1,200 കൊണ്ട് എഴുതാനുണ്ട്. TDSൻ്റെ ഒരു 1,200 ഉണ്ട്. അത് കുറച്ചിട്ടില്ല, അത് നേരത്തെ ആയിരുന്നു. അപ്പം നമ്മുടെ മൊത്തം ചിലവെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 8,900, 4,400, 1,763 ഡീസലിൻ്റെ, 50,113 ടോള്, 48,480 ബാറ്റ, പിന്നെ RTOയും പോലീസും എല്ലാം കൂടെ ഒരു 10,000 രൂപ. അപ്പോൾ അങ്ങനെ 2,92,756 രൂപയാണ് ചിലവ് മൊത്തം. അപ്പോൾ അത് ഈ 3,23,200 നിന്ന് കുറയ്ക്കുമ്പോൾ ഉള്ള ബാലൻസ് എന്ന് പറഞ്ഞാൽ 30,000 രൂപ ഉള്ളൂ. 30,444 രൂപയാണ് ഈ ട്രിപ്പിന്റെ ബാലൻസ്. ഒരു മാസത്തെ ബാലൻസ്. ഒരു മാസം. അതും ഒരു മാസം എന്ന് വെച്ചാൽ പിന്നെ ഇത് വേറൊന്നുമല്ല. ഇത് ഞങ്ങള് സ്ഥലം കാണാനും കറങ്ങാനും വേണ്ടി മാത്രം പോയതാണ്. വണ്ടിയുടെ ബാലൻസ് നോക്കിയല്ല നമ്മൾ പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ പറയും പുത്തേട്ടെല്ലാം വാടക കുറച്ചാണ് ഓടുന്നത്, അതുകൊണ്ടാണ് ബാക്കിയുള്ള ലോറിക്കൊന്നും വാടകയില്ലാത്തതെന്ന്. ഒരിക്കലും അതല്ല. പുത്തേട്ട് മാത്രമൊന്നും അല്ല ഈ ലോകത്ത് ലോറി ഉള്ളത്. 1000 ലക്ഷക്കണക്കിന് വണ്ടികൾ ഇന്ത്യയിലുണ്ട്. അപ്പം ഈ ഒരു വണ്ടി മാത്രമല്ല അല്ല ഈ 1000കണക്കിന് വണ്ടികളുണ്ട്. ഇപ്പൊ ഇവിടെ ഇന്ന് ഒരു ലോഡ് ഇവിടുന്ന് വാടക പറഞ്ഞു, ലോഡ് ഇല്ലാതെ കിടക്കുകയാണെങ്കിൽ ഞാൻ എടുത്തില്ലെങ്കിൽ അടുത്ത വണ്ടിക്കാരൻ എടുത്തോണ്ട് പോകും. എവിടെ നിന്ന് ബാർഗൻ ചെയ്തൊന്നും ലോറി വാടക ഒന്നും കിട്ടത്തില്ല ഒരിടത്തും. ആ കാലമൊക്കെ കഴിഞ്ഞു ആകെ പണ്ട്. ഇപ്പൊ ഇഷ്ടം പോലെ ചവർ പോലെ വണ്ടിയുണ്ട്, അതിന്റെ വെളിയിൽ നിന്ന് വരുന്ന വണ്ടിയുണ്ട്. ഇവിടുന്ന് ഇപ്പൊ ഒരു വാടക പറഞ്ഞു, ആ വാടക വേണ്ട എനിക്കത് കൂട്ടി വേണമെന്നും പറഞ്ഞ് ഇവിടെ കിടന്നാൽ വെളിയിൽ നിന്ന് വരുന്ന വണ്ടിക്കാര് എടുത്തോണ്ടാവും എടുക്കാനായിട്ട് അങ്ങ് പോകും. അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ആരും വാടക കുറച്ച് ഓടിയിട്ടൊന്നും അല്ല ലോറിയുടെ വാടക കുറയുന്നേ. അത് വണ്ടി കുറവാണെങ്കിൽ വാടക കിട്ടും, വണ്ടി കൂടുതലുണ്ടെങ്കിൽ വാടക കുറവ് തന്നെയാണ്. അത് ഈ ഫീൽഡ് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ, സ്ഥിരമായിട്ട് നിൽക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം, ഒരു പ്രാവശ്യം നമ്മളെ അഹമ്മദ്നഗറിൽ നമ്മുടെ ഒരു വണ്ടി ഒരാഴ്ചയായിട്ട് ലോഡില്ല കിടക്കുക സവോള കയറ്റാൻ വേണ്ടി. അപ്പോൾ അന്ന് 3000 എറണാകുളത്തിനെങ്ങാണ്ട് ടെണ്ണിന് 3,700 രൂപ വാടക പറഞ്ഞു. അപ്പം എൻ്റെ മുന്നേ നമ്മുടെ വണ്ടിയുടെ മുന്നിൽ ഞാനല്ല, ഇവിടെ വേറെ വണ്ടി അവിടെ കിടക്കാൻ ഞാനല്ല ലോഡ് സെറ്റ് ചെയ്തത്. അപ്പോൾ അവിടുന്ന് വിളിച്ചു 3,700 രൂപയ്ക്ക് വേണ്ടി കയറ്റുന്നുണ്ടോയെന്ന് ചോദിച്ചു. കയറ്റിയേക്കാന്ന് പറഞ്ഞു. എറണാകുളമാണോ കാലിക്കട്ടാണെന്ന് തോന്നുന്നു, ഇങ്ങോട്ടാന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇപ്പോൾ കുറച്ച് നാളായി, 3-4 വർഷം മുന്നേ. അപ്പോഴത്തേക്കും മുന്നിൽ 3-4 വണ്ടിക്കാരുണ്ട്. അവർ ഇത് പോരെ വാടക കൂട്ടി വേണമെന്നും പറഞ്ഞ് 10 ദിവസമായിട്ട് കിടക്കാമെന്ന് ഓർക്കണം. 100 രൂപയ്ക്ക് വേണ്ടി പിടിച്ചോണ്ട് 3,800 വേണോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു ലോഡ് വേണം, ഇന്നോലെ ഉണ്ട്, കയറ്റിയേക്കാന്ന് പറഞ്ഞു. ഡ്രൈവറെ വിളിച്ച് ഞാൻ പറഞ്ഞു കയറ്റാൻ പൊക്കോളാൻ പറഞ്ഞു. ഡ്രൈവർ കയറ്റാൻ പോകാൻ തുടങ്ങുമ്പോഴത്തേനും എൻ്റെ തൊട്ട് മുന്നേ കിടന്ന വണ്ടിക്കാരൻ അവിടെ ഇറങ്ങിയിട്ട് വരുമ്പോൾ അവർ വേണ്ടിയാ ആ വിളിച്ച ആൾ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവാറാണ്. അയാളുടെ പേരൊന്നും എനിക്കറിയില്ല. എന്നെ വിളിച്ചു, ചേട്ടാ നിങ്ങൾ എന്നെ പണിയാണ് കാണിക്കുന്നത്, ഇത്രയും വാടക കുറച്ച് ഇവിടുന്ന് വണ്ടി ലോഡ് എടുത്തുകൊണ്ട് പോകാവോ, അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ എത്ര ദിവസമായി ചേട്ടൻ അവിടെ കിടക്കാൻ? ചേട്ടാ ഞാൻ 15 ദിവസമായിട്ട് ഇവിടെ കിടക്കാന്ന് പറഞ്ഞു. 15 ദിവസം? ആ ചേട്ടനെ ഈ 100 രൂപ നോക്കി 15 ദിവസം കിടന്നാൽ ഇനി 15 ദിവസം കിടന്നാലും വണ്ടി ലോഡ് കിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ലോഡ് ഇല്ലാത്ത സമയത്ത് വാടക താഴേക്ക് ഡൗൺ ആയി പോകും. അങ്ങനെയാണിത്. ഇതിന് ആവശ്യം അനുസരിച്ചിട്ടാണ് വാടക. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ നമ്മുടെ വണ്ടി 10 ദിവസമായി, ഈ 100 രൂപ എന്ന് പറഞ്ഞാൽ 25 ടൺ കയറ്റുമ്പോൾ 2,500 രൂപ കിട്ടും. ഈ 2,500 രൂപയ്ക്ക് ഒരു ഡ്രൈവർ അവിടെ കിടന്ന് ഈ വണ്ടി ഓടാൻ അവിടെ കിടന്നിട്ട് ഒരു കാര്യമില്ല. ഇനി നമ്മൾ വേണ്ടെന്ന് പറയാന്ന് വെച്ചോ, അവിടെയുള്ള മഹാരാഷ്ട്ര വണ്ടികൾ വേറെ ഉണ്ട്. അവർ ഓഫീസിൽ പോലും എല്ലാ ഫോൺ വിളിച്ച് പറയും ഇതേ ഇവിടെ പോയി ലോഡ് കയറ്റിക്കൊള്ളാൻ പറയും. അവർ അതിലെ വന്ന് ലോഡ് കയറ്റി അവരിങ്ങ് വരും. നമ്മൾ ആരും അറിയാലെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വണ്ടി അവിടെ കിടന്നുകൊണ്ടാണ് നിങ്ങൾ പോലും അറിയുന്നേ, ഇല്ലെങ്കിൽ ഇത് അറിയത്തില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേണേൽ എടുത്തോ, ഇല്ല ഞാൻ എടുക്കാൻ പോകാം. അന്നേരം പറഞ്ഞു ചേട്ടാ ശരിയാ, എന്നാൽ ഞാൻ കയറ്റിക്കോളാം എന്ന് പറഞ്ഞ് പുള്ളി കയറ്റാൻ പോയി ആ ലോഡ്. അപ്പോൾ ഇതാണ് ലോറിയുടെ വാടക, ഇങ്ങനെയാണ് നിശ്ചയിക്കുന്നത്, അല്ല വേറെ ഒന്നുമില്ല.
അപ്പം ഇത് അപ്പം പറഞ്ഞു വന്നേ ഇത് അപ്പം മൊത്തം നമുക്ക് ഇതിനകത്ത് ഈ 30,454 രൂപ ഇതിനകത്ത് വണ്ടിക്ക് ബാലൻസ് ഉള്ളൂ. അപ്പം 6,600 കിലോമീറ്ററും വണ്ടി ഓടി. അപ്പം ഇത് ഈ വഴി കൂടുതൽ ഇങ്ങോട്ടൊക്കെ ഓടുന്നതെന്ന് പറഞ്ഞാൽ തമിഴ്നാട് വണ്ടികളാണ്. തമിഴ്നാട് വണ്ടികൾ എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഈ ഓരോ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇവിടുത്തെക്കാട്ടിൽ കൂടുതൽ അങ്ങോട്ടൊരു വാടകയുണ്ട്, തിരിച്ച് ഈ വാടക ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ തിരിച്ച് തൊടുപുഴയ്ക്കും തൃശ്ശൂരിനും ഒക്കെ നമ്മുടെ കൂടെ വണ്ടി 2 വണ്ടി ലോഡ് കയറ്റിയിട്ടുണ്ടായിരുന്നു തൃശ്ശൂരൊക്കെ. അതൊക്കെ ചെറിയ വാടക 4,100 രൂപ ടെന്നിന് വാടകയ്ക്ക് അവർ കയറ്റിയത്. പിന്നെ ഇതെന്നാന്ന് വെച്ചാൽ ഇപ്പം ഈ അവിടുന്ന് ഈ വാടക ഇങ്ങനെ കുറഞ്ഞു നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ വാടക ഉണ്ടായിരുന്നു, 6,000 അതിനൊക്കെ മുകളിലുണ്ടായിരുന്നു. ഇപ്പം എന്നാന്ന് വെച്ചാൽ ഈ വേനൽ സമയത്ത് ഇവിടെ നിന്ന് ഇഷ്ടംപോലെ കരിക്ക് കയറി പോകുന്നുണ്ട്, പിന്നെ തേങ്ങ പോകുന്നുണ്ട്, ഇങ്ങനെയുള്ള ലോഡുകൾ അങ്ങോട്ട് കൂടുതൽ വണ്ടികൾ പൈനാപ്പിൾ പോകുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടികളെല്ലാം അങ്ങോട്ട് ചെല്ലുന്നതുകൊണ്ട് വണ്ടികൾ അങ്ങോട്ടാണ് കൂടുതൽ. അപ്പോൾ ഇങ്ങോട്ടുള്ള വാടക താഴും, അപ്പോൾ അങ്ങോട്ട് ഇച്ചിരി കൂടുതൽ വാടക ഉണ്ടാവും. അതാണ് ഇതിൻ്റെ വ്യത്യാസം. അതാണ്. അല്ലെങ്കിൽ അവിടുന്ന് ഇത് കൂടുതൽ വാടക ഉണ്ടായിരുന്നു. ഈ സമയം എന്ന് പറഞ്ഞാൽ ഈ വേനൽ സമയമുണ്ട്, അങ്ങോട്ടെല്ലാം ഇഷ്ടംപോലെ വണ്ടികൾ ചെല്ലും. അപ്പം സാധാരണ 10 വണ്ടി ചെല്ലുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 20-30 വണ്ടി ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് വാടക ഡൗൺ ആയി പോകും. അതാണ് ഇതിൻ്റെ ഒരു കാര്യം. അപ്പം എല്ലാ ഈ ലോറി ഓടിക്കുന്നവരെല്ലാം തന്നെ മിക്കവാറും ഈ സീസൺ നോക്കി ഓടുന്ന വണ്ടിക്കാരൊക്കെ ഉണ്ട്. ഇങ്ങനെ ഓരോ സമയം നോക്കിയിട്ട് ഓരോ സൈഡിലേക്ക്. ചില സമയത്ത് ഇതുപോലെ വാടക കുറവായിരിക്കും, ചില സമയത്ത് നല്ല വാടക ഉണ്ടാവും. അതൊക്കെ ഭാഗ്യം പോലിരിക്കും. പിന്നെ ഇതൊക്കെ അതുപോലെ നോക്കി ഇതിനകത്ത് പഠിച്ച് നോക്കി ഇരുന്ന് ലോഡ് സെറ്റ് ചെയ്താലേ പറ്റുള്ളൂ. അല്ല എല്ലാം കിട്ടുന്ന വഴിക്കെല്ലാം എടുത്ത് പോയാലും വണ്ടിക്കൊന്നും കിട്ടുകയില്ല. ഈ വണ്ടി 66 ഇപ്പോൾ എല്ലാ വീഡിയോ കാണുന്ന എല്ലാവരും ഓർക്കും നമ്മുടെ എല്ലാ വണ്ടിയും ഇന്ത്യയിൽ എല്ലായിടത്തൂടെയും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അല്ല. നമ്മുടെ ഈ വണ്ടി 66 മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റുകളിൽ പോകുന്നത്. ബാക്കി വണ്ടികളെല്ലാം കൂടുതൽ മഹാരാഷ്ട്രയും ഒക്കെ കൊണ്ട് നിർത്തുക, അല്ല ഒത്തിരി ലോങ് ഒന്നും പോകുന്നൊന്നുമില്ല. ഇങ്ങനെ വരുന്നത് നമ്മൾ ഡ്രൈവർക്ക് പരസ്യം കൊടുത്തപ്പോൾ ഡ്രൈവർ വേണമെന്ന് കൊടുത്തപ്പോൾ എല്ലാവരും വന്ന് ഈ സ്ഥലം കാണാൻ പോവാ, ഇതുപോലെ എല്ലായിടത്തോടെ പോകാന്ന് കൊണ്ടാണ് വരുന്നത്. അങ്ങനെ നടക്കില്ല. വേക്കൻസിക്ക് നമ്മൾ വെച്ചപ്പം 2 ദിവസം ഫോൺ താത്തി വെച്ചിട്ടില്ല. ഞാൻ വെച്ചിട്ട് മാറി ഫോൺ അതുപോലെ ഓഫീസിൽ തരുവാൻ അടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇതിന്റെ അകത്ത് പകുതി പേര് ചോദിക്കുന്ന എല്ലാ സ്ഥലവും കാണാൻ പറ്റുമോന്നാ ചോദിക്കുന്നത്. എല്ലാ സ്ഥലത്തോട്ടും പോകുന്നില്ല. അതന്നെയല്ല, അങ്ങനെ സ്ഥലം കാണാൻ വരുന്നവർക്ക് പറ്റിയ പണിയല്ല ഇത്. അതെന്നാ അപ്പൊ അങ്ങനെ പല കാര്യങ്ങൾ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ മൊത്തം കറങ്ങാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്ന ഒരു വണ്ടിയാണ്. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയുണ്ട്. അതെ, ഇതിന് വേറെ ലോണും കാര്യങ്ങളൊന്നുമില്ല, ഇതിന്റെ കാര്യങ്ങൾ മാത്രം മതി. അപ്പൊ അത് ഞങ്ങൾ തന്നെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നു. ഇപ്പൊ ഈ വണ്ടിയല്ല, നമ്മളിപ്പോൾ ഈ ട്രിപ്പ് ഇനിയിപ്പോൾ കാരവനിലാണ് ഒരു ട്രിപ്പ് പോകുന്നതെങ്കിൽ ഈ വണ്ടി ചുമ്മാ ഇവിടെ ഈ വീട്ടിൽ കിടക്കുകയുള്ളൂ, അല്ലാതെ ഇത് വേറെ ആരും ഓടുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മുടെ ഒരു ഇതായിട്ട് വെച്ചേക്കാം. അപ്പം ഇതൊന്നും ബാക്കി ഓടുന്നവർ ഇത് ഇങ്ങനെയാണെന്ന് ഓർത്ത് ഈ വണ്ടി പോകുന്ന വഴിക്കെല്ലാം പോയാൽ ഭയങ്കര വാടകയാണെന്നും ചിന്തിക്കരുത്. ടോള്, ഈ ട്രിപ്പിൻ്റെ ടോളിൻ്റെ നോക്കി ഇതുണ്ട്. ഇത് ഇപ്പോൾ ഈ ട്രിപ്പിൻ്റെ മൊത്തം ടോളിൻ്റെ പേപ്പറുകളാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതാണേ. എന്താ ഫാസ്റ്റാഗിൻ്റെ ഇതിലേ ഏറ്റവും കുറവ് ടോളായും കൂടിയൊക്കെ ചുമ്മാ ജസ്റ്റ് ഒന്ന് പറയാം. അതെ, ഏറ്റവും കുറവ് നേപ്പാളിലെ 30 രൂപ. അത് പക്ഷേ ഫാസ്റ്റാഗല്ല, പൈസ കൊടുക്കുക. 30 രൂപ എന്ന് പറഞ്ഞാൽ നമ്മുടെ 20 രൂപയേ ഉള്ളൂ. ഒരിടത്ത് മാത്രമേ ഉള്ളൂ. ഇതിപ്പം പറയുകയാണെങ്കിൽ എവിടുന്ന് തുടങ്ങുന്നത്? അതെ, പാലിയാക്കരന്ന് നമ്മൾ തുടങ്ങി 515 രൂപ. അടുത്തത് വെട്ടിച്ചിറ ടോൾ പ്ലാസ, അത് കേരളത്തിലാണ് 775 രൂപ. പിന്നെ അടുത്തത് ഒളവണ്ണ 650 രൂപ. അടുത്തത് തിരുവാങ്ക അതെവിടെ? കേരളത്തിൽ തന്നെയാണ്. ഇപ്പം എന്നാ വെച്ചാൽ പുതിയ ഒരുപാട് ചെറിയ സ്ഥലങ്ങൾ, അതിന് 390 രൂപ. അപ്പോൾ കേരളത്തിൽ ഈ 4 ടോളായ 515, 775, 680, 390. പിന്നുള്ള തലപ്പാടിയിൽ അതൊക്കെ പഴയ ടോളായതുകൊണ്ട് 265 രൂപയുള്ളൂ. അത് കഴിയുമ്പം പിന്നെ 170, 195, 485, 495 അങ്ങനെ പോവാം. പിന്നെ ഇതിനകത്ത് പിന്നെ 585. ഇത് ഈ എമൗണ്ട് ഇങ്ങനെ പറയുന്ന നമ്മൾ വണ്ടി പോകുന്ന വഴിക്കും പറയാറുണ്ട്, എന്നാലും ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 218, 810, 770. മഹാരാഷ്ട്രയിൽ 810, 770, 550, 565, 645, 570, 435. ഇതൊക്കെ ഒരു ടോൾ പ്ലാസ കടക്കുമ്പോഴത്തെ എമൗണ്ടാണ് ഞാൻ ഈ വായിക്കുന്നത്. ഒരു തവണ ബസ് ചെയ്യുമ്പോൾ 500, 600 വരുന്നത് 590, 515, 540, 410, 440, 218, 610, 390, 585, പിന്നെ 350, 250. പിന്നെ യു പിയിൽ ഒരെണ്ണമാണ് 740 രൂപ. 740, 585, 370, 460, 630, 895. അത് മധ്യപ്രദേശ് 895. 680, 340, 680, 865, 595. പിന്നെ കൂടുതൽ വന്നേക്കുന്ന ഒരെണ്ണം യു പിയിൽ 1150 രൂപ. അത് യു പിയിലാണ്, ഭഗവാൻപൂർ ടോൾ പ്ലാസ. അവിടെ 1150 രൂപയോ
അറ്റാണെങ്കിൽ പിന്നെ 100 ഉണ്ട്, 105 ഉണ്ട്, 105, 100, 275, 530, 385. ഈ 100 അങ്ങനെ വരുന്ന അതെല്ലാം പഴയ ടോൾ പ്ലാസകളാണ്, ഒത്തിരി പഴക്കമുള്ള. അതാണ് ഈ എമൗണ്ട് കുറവ്. പുതിയ വരുന്ന എല്ലാം 500 മുകളിലേക്കാണ്. 560, 570 അതെ, എല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നെ ഇത് ഒത്തിരി ഉണ്ട്, അല്ലെങ്കിൽ ഒത്തിരി ഉണ്ട്. 915 ഉണ്ട്, 890. ഏറ്റവും കൂടുതൽ 1100. എനിക്ക് തോന്നുന്നു ആ എക്സ്പ്രസ് വേയിൽ കയറിയായിരിക്കും 1150. അതെ, 645, 890, ഒത്തിരി ഉണ്ട് അങ്ങനെയുള്ള. 760, 690, 600. പിന്നെ നമ്മൾ ഈ 544 നല്ല ടോളാ. നമ്മളെ സേലത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്നിടത്ത് നല്ല ടോളാ. അവിടെ നല്ല ടോളാ. തെലങ്കാനയിലെ ഇതുണ്ട്, ഇത് 860 രൂപ, 640, 760. പിന്നെ കുറെ ഉണ്ട്. ഇതുപോലെ ടോള് മേടിക്കുമ്പോഴേ കുറച്ച് സൗകര്യവും കൂടെ അവിടെ ചെയ്ത് തരും. അതെ, അത് നല്ല. ഇത്രയും പൈസ മേടിക്കും. ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ പോയിച്ചു വന്നപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 50,000 രൂപ ടോള് കൊടുത്തു. ഒരു വണ്ടി 50,000 രൂപ, ലക്ഷക്കണക്കിന് വണ്ടിയാണ് ഇന്ത്യയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഓടുന്നത്. അപ്പോൾ ഒരു ദിവസം ഫാസ്റ്റാഗിൽ വരുന്ന ക്യാഷ് എത്രയായിരിക്കും? വേണ്ട, നമ്മൾ തന്നെ ആവറേജ് ഈ വണ്ടിയെല്ലാം ഓടുന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു 30,000, 40,000 രൂപയ്ക്ക് ഫാസ്റ്റാഗ് ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അങ്ങോട്ട് പോയപ്പോൾ ഒരു 10,000 രൂപ നമ്മുടെ ട്രാൻസ്പോർട്ടർ ഇന്ത്യൻ മണി 10,000 എന്ന് പറയുമ്പോൾ അവിടുത്തെ 16,000 രൂപ കൊണ്ട് നമുക്ക് അഡ്വാൻസ് ആയിട്ട് തന്നാ. അത് എന്തിനാന്ന് ചോദിച്ചാൽ, നേപ്പാളിലേക്ക് പോകുമ്പോൾ നമ്മുടെ നേപ്പാൾ റുപ്പി ഇല്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ അവിടെ ചിലവിന് വേണ്ടിയിട്ട് നമ്മുടെ കണക്കിൽ നമ്മുടെ വാടകയിൽ അത് കട്ട് ചെയ്യും, അങ്ങനെ കൊണ്ട് തന്നാ. അപ്പോൾ അത് 16,000 തന്നപ്പം നമ്മുടെ കണക്കിൽ 10,000 രൂപ കുറയ്ക്കുന്നത് ഇന്ത്യൻ റുപ്പി. പിന്നെ ഒരു കാര്യം, നമ്മൾ ഡീസൽ നമ്മൾ UP നിന്ന് തന്നെ ഫുള്ളാക്കിക്കൊണ്ട് പോയി. കാര്യം എന്ന് വെച്ചാൽ ഡീസലിന് ഇവിടെ 88 രൂപ വിലയുള്ളൂ. ഇവിടുന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോകുന്നു, തിരിച്ച് UP കയറിയിട്ട് അടിച്ചത്. നേപ്പാളിൽ നിന്ന് ഡീസൽ അടിച്ചില്ല. എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഇന്ത്യയിൽ നിന്നാണ് നേപ്പാൾ ഡീസൽ കൊണ്ടുപോകുന്നത് എങ്കിലും നേപ്പാളിൽ വില കുറവാണ്. നേപ്പാളിൽ വില കുറവല്ല. നേപ്പാളിൽ അന്നേരം നമ്മൾ കണ്ട ഒരു പമ്പിൽ 166 രൂപയായിരുന്നു. അങ്ങോട്ട് പോയപ്പോൾ കണ്ടത് 166 എന്ന് പറഞ്ഞാൽ അവിടുത്തെ 166. അപ്പോൾ ഇവിടുത്തെ ഏകദേശം ഒരു 100, 102 രൂപയായിരിക്കും ഇന്ത്യൻ മണി അവിടുത്തെ വാല്യൂ. അപ്പം 166 രൂപ അവിടുത്തെ വില. പക്ഷേ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ എന്നോട് ഒരു വണ്ടിക്കാരൻ പറഞ്ഞു, ഡീസലിന് ഭയങ്കരമായിട്ട് വില കൂടി. എത്ര അന്ന് പിന്നെ, പക്ഷേ നമ്മൾ രാത്രിയിൽ പോകുന്നതുകൊണ്ട് വേറൊരു പമ്പിൽ കയറി നോക്കാൻ പറ്റിയില്ല. എന്നാലും ഭയങ്കരമായിട്ട് ഡീസലിന് വില കൂടിയെന്ന് പറഞ്ഞായിരുന്നു. 3 വർഷം മുമ്പ് ഞങ്ങൾ പോയപ്പോൾ ആ ബോർഡറിലെ ബീർഗഞ്ചിൻ്റെ അടുത്ത ബോർഡറിലെ പമ്പിൽ അന്ന് 175 രൂപ വിലയായിരുന്നു അവിടുത്തെ. നമ്മുടെ അവിടുത്തെ 175 രൂപ. അപ്പം നമ്മുടെ എങ്ങനെ വന്നാലും 100, 115 രൂപ വിലയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുന്ന് തന്നെ ഫുൾ ടാങ്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ ചെയ്തിട്ടാണ് പോകുന്നത്. അതേസമയം ഡീസൽ വില വ്യത്യാസമുള്ളത് രാജ്യം എന്ന് പറഞ്ഞാൽ ഭൂട്ടാനാണ്. ഇന്ത്യയിൽ നിന്ന് തന്നെ ഡീസൽ കൊണ്ടുപോകുന്നതാണ്, പക്ഷെ ഭൂട്ടാന് വില കുറവാണ്. അതായത് ഭൂട്ടാനിൽ അവിടെ ഭൂട്ടാൻ ബോർഡറിൽ പോയി നമ്മൾ ഫുൾ ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഫുൾ ചെയ്താൽ നമ്മുടെ വേറെ വണ്ടിയൊക്കെ അവിടെ ലോഡ് ചെയ്തിട്ട് അങ്ങനെ പോയി ഫുൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ലോഡ് ചെയ്യുമ്പോഴേ അവർ പറയും ഡീസൽ അഡ്വാൻസിന് ഡീസൽ മതിയെങ്കിൽ ഡീസൽ അടിച്ചോളാൻ പറയും. നമുക്ക് അവിടെ എനിക്ക് തോന്നുന്നത് ബംഗാളിൽ 90, 92 ഡീസൽ വില ഉള്ളപ്പം 73 രൂപയെ ഭൂട്ടാനിലെ വിലയുള്ളൂ. ഇന്ത്യൻ റുപ്പി 73 രൂപയേ ഉള്ളൂ. അത് ബോർഡറിൽ തന്നെ ഇന്ത്യൻ ഓയിലിന്റെ ഭാരത് പെട്രോളിയത്തിന്റെ ഒക്കെ പമ്പുണ്ട്. അതായത് ഭൂട്ടാനകത്ത് ആ ബോർഡറിൽ കയറി നമുക്ക് പോയി ഡീസൽ അടിക്കാം. അപ്പോൾ അത് 73 സംതിങ്. ഇപ്പം ചിലപ്പോൾ 74, 75 ആയിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഒരു 1-2 വർഷം മുന്നലത്തെ കാര്യം ഈ പറയുന്നത്. അപ്പോൾ ഭൂട്ടാനിലാണ്, ഇന്ത്യയിൽ നിന്നാണ് ഡീസൽ മൊത്തം കൊണ്ടുപോകുന്നത്. പക്ഷേ ഭൂട്ടാനിൽ രാജഭരണം ആയതുകൊണ്ടായിരിക്കും ടാക്സ് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. അതായിരിക്കും അതിനൊരു കാരണം. അപ്പോൾ അവിടെ ബോർഡറിലുള്ള വണ്ടികളൊക്കെ അവിടെ പോയി ഡീസൽ അടിക്കുന്നുണ്ട്. അതിനവർ അനുവദിക്കുന്നുണ്ട്. ഇങ്ങനെ ബോർഡറാണ്, തൊട്ടപ്പുറം പോയി ഡീസൽ അടിക്കാനാന്ന് പറഞ്ഞാൽ നമ്മളെ കയറ്റിവിടും. അവിടെ പോയി അത് നമ്മുടെ ഒരു വീഡിയോക്കകത്തുണ്ട് താനും. നമ്മളെ ഭൂട്ടാൻ പോയില്ലേ, അന്നത്തെ വീഡിയോക്കകത്തുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെയാണ്. നേപ്പാളിൽ ഒരിക്കലും ഡീസലിന് വില കുറവില്ല. ഇവിടുന്ന് ഞാനത് പ്ലാൻ ചെയ്ത് തന്നെ അവിടുന്ന് ബോർഡറിൽ നിന്ന് തന്നെ ഫുള്ളാക്കിക്കൊണ്ടാണ് പോയത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒത്തിരി പൈസ നഷ്ടം വന്നേ. 88 രൂപ UP നേരത്തെ വില കൂടുതലായിരുന്നു, പക്ഷേ ഇപ്പം വില കുറവാണ്. 88 രൂപ സംതിങ് ഉള്ളു അവിടെ. പിന്നെ വണ്ടിക്ക് ബാലൻസ് കുറവാണെങ്കിലും ഡ്രൈവർ ബാറ്റ ഉണ്ടല്ലോ, അത് ബാറ്റ ഒന്നും കൊടുക്കുന്നില്ല, ചിലവേ കൊടുക്കുന്നുള്ളൂ. ചെലവ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് വരവൊന്നുമില്ല. അതുകൊണ്ട് അതും പിന്നെ നമുക്ക് ബാലൻസിലോട്ട് അങ്ങ് പോകും. ഇപ്പൊ ഈ 48, 480 ബാറ്റ എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മുടെ എല്ലാം കൂടെ ചിലവ് എത്ര രൂപ വന്ന് കാണും? ഫുഡിന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ വെച്ച് കഴിക്കുന്നതുകൊണ്ട് വലിയ ചിലവൊന്നും വരുന്നൊന്നുമില്ല. പിന്നെ വല്ല കടയിൽ കയറി കഴിക്കുന്നോ അല്ല കൂടുതൽ നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ചിലവൊന്നും വലിയ പൈസയൊന്നും ഇല്ല. അപ്പൊ ആ ബാറ്റയിലാണ് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടിയുടെ മെയിൻ്റെനൻസ് ഒക്കെ. പിന്നെ ബാക്കി വണ്ടിക്കാർ പോകുമ്പോൾ ബാറ്റ ഡ്രൈവർമാർക്കാണല്ലോ കൊടുക്കുന്നത്, അവരല്ലല്ലോ പോകുന്നത്. അതുകൊണ്ട് അത് അല്ല, വേറെ വണ്ടികൾ അങ്ങനെ ഇങ്ങനെ പോകുന്നില്ല, കുറവല്ലേ. അപ്പൊ അതാണ് കാര്യം. പിന്നെ ഇപ്പൊ ഇത് പറയുന്നവർ ഓർക്കും യൂട്യൂബിൽ നിന്ന് അത്യാവശ്യം വലിയ കുഴപ്പമില്ല അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. അത് വലിയൊരു കാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇത്രയും ഒരിക്കലും യാത്ര ചെയ്യാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഈ വണ്ടിക്കെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ലോറിയെ സംബന്ധിച്ച് 12 ടയർ, അത് ആവറേജ് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം മാറണം. ഒരു ടയറിന് ഒരു 27, 28 രൂപ വില വരും.
പിന്നെ ടാക്സ് ഇപ്പം നമ്മുടെ കേരളത്തിലെ കോട്ട ടാക്സ് തന്നെ ഒരു 4 ടൈം വരുമ്പോൾ ഒരു 75 രൂപ, 4 ക്വാർട്ടർ വരുമ്പോൾ 75 രൂപ 80 രൂപയ്ക്ക് അടുത്ത് വരും. പിന്നെ ഓൾ ഇന്ത്യ പെർമിറ്റ്, ഇൻഷുറൻസിന് ആവും. ഇപ്പം പഴയ വണ്ടി ആയതുകൊണ്ടും 10-60 രൂപ 70 രൂപ ഇൻഷുറൻസ് ആവും ഒരു വർഷം. പിന്നെ ഓൾ ഇന്ത്യ പെർമിറ്റ് ഒരു 20, അങ്ങനെ അതെല്ലാം കൂടെ ഒരു, അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് വരും. പിന്നെ ഇതിൻ്റെ സർവീസിങ് ഒരു വർഷം ഓടുമ്പം അതിൻ്റെ സർവീസിങ് കാര്യങ്ങൾ ഇങ്ങനെല്ലാം വരുമ്പോൾ നല്ലൊരു ചിലവും വണ്ടിക്കുണ്ട്. ഓടാതെ കിടന്നാലും ഇല്ലേലും ഒക്കെ ഇതൊക്കെ ഉണ്ട്. ടയർ മാക്സിമം ഒരു വർഷം ഓടുവാണെങ്കിൽ, കണ്ടിന്യൂസ് ഓടുവാണ്, ഒരു 1,00,000 കിലോമീറ്ററൊക്കെ ഒരു വർഷം ഓടുകയാണ്, 1-1.10 ടയർ കിട്ടുള്ളൂ. എല്ലാം പുത്തൻ ടയർ മേടിച്ചിട്ടാൽ. പിന്നെ കട്ട് ചെയ്തൊന്നും റിമോൾഡ് ചെയ്തൊന്നും നമ്മളധികം ഓടുന്നില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ലോങ് ഓടുന്നതുകൊണ്ട് റിമോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 1,00,000 കിലോമീറ്റർ ഓടിയ ടയറായിരിക്കും റിമോൾഡ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും പിന്നെ അത് മെഷീനിൽ കയറ്റി ഇറക്കി വേവിച്ചിറക്കുമ്പോഴത്തേനും അതിൻ്റെ കേസിൻ്റെ ബലമെല്ലാം പോകും. എവിടെയെങ്കിലും ഒരു 5,000-10,000 കിലോമീറ്റർ ഓടുമ്പോൾ പൊട്ടിപ്പോകും. അതുകൊണ്ട് നമ്മൾ ഒരു വണ്ടിയിലും തന്നെ ടയർ റിമോൾഡ് ചെയ്യുന്നില്ല, കട്ട് ചെയ്യുന്നില്ല. എല്ലാം പുത്തൻ ടയർ തന്നെ ഇട്ട് ഓടിച്ച് അങ്ങ് തീർക്കുക. അങ്ങനെയാണിത്. അപ്പം പിന്നെ നമ്മുടെ മൊത്തം കിലോമീറ്റർ ഓടിയത് പറഞ്ഞിരുന്നു. അതാ പറഞ്ഞല്ലോ 6,000. അതില് ഞങ്ങളുടെ ക്യാമറാമാനെ കൊണ്ട് ഞങ്ങൾ അധികം ദൂരം ഒന്നും ഓടിപ്പിച്ചില്ല. അതെ, അത് ഞാൻ ഒരു 200-നും 300-നും ഇടയ്ക്കുള്ള ഒരു ദൂരം മൊത്തത്തിൽ ഓടിച്ചുള്ളൂ. ഇങ്ങോട്ട് അതേപോലെ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം, ഇങ്ങോട്ട് കറക്റ്റ് 4 ദിവസം കൊണ്ട് നമ്മൾ നാട്ടിലെത്തി. 4 ദിവസം എന്നു വെച്ചാൽ ഇങ്ങോട്ട് പെട്ടെന്ന് വരാനും പിന്നെ അങ്ങോട്ട് പോയാലും ഈ പ്രാവശ്യം പിന്നെ അങ്ങോട്ട് പോയി അവിടെ എല്ലാം കിടന്ന് ആകെപ്പാടെ മടുത്തായിരുന്നു. തിരിച്ച് എങ്ങനെയാലും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നായിരുന്നു. ചൂടുമല്ലായിരുന്നു ഭയങ്കര. അവിടെ കാഠ്മണ്ഡുവിൽ തണുപ്പുമായിരുന്നു, പിന്നെ ഇങ്ങോട്ട് വന്ന് ചൂടൂടെ വന്നപ്പോൾ ഭയങ്കര ആവിയായിപ്പോയി, ഒരു ബുദ്ധിമുട്ടായിപ്പോയി, പൊടിയും ഒക്കെ ആയിട്ട്. അപ്പൊ പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു. 4 ഫുൾ ഡേ കൊണ്ട് ഗോരഖ്പൂരിൽ നിന്ന് വണ്ടി നാട്ടിലെത്തി. ആ 4 ഫുൾ ഡേയിലുണ്ടല്ലോ ഏകദേശം ഒരു 20-24 മണിക്കൂർ ഞങ്ങൾ കിടന്നുറങ്ങി. എന്ന് പറഞ്ഞാൽ സേലത്ത് വൈകിട്ട് വന്നിട്ട് പിറ്റേ ദിവസം രാവിലെ 10 മണിക്കാകും. 12 മണിക്കൂർ സേലത്ത് കിടന്നു. പിന്നെ അവിടെ ഒരു റൂം എടുത്ത് ഫ്രഷ് ആകാനൊക്കെ ആയിട്ട് റൂം എടുത്ത് അവിടെ കിടന്നു. അത് 12 മണിക്കൂർ അവിടെ കിടന്നു. പിന്നെ നമ്മൾ ലോഡ് കയറ്റി പോയിരുന്നെന്നും ഒരു ഗോരഖ്പൂരിൽ നിന്ന് കുറച്ച് ഓടിയിട്ട് നമ്മൾ 2 മണിക്ക് ഒതുക്കിയിട്ട് പിന്നെ 8 മണിക്കോ 9 മണിക്കോ എടുത്തത്. അപ്പോൾ അവിടെ ഒരു 6 മണിക്കൂർ. അപ്പോൾ 12 6 18. പിന്നെ ഒരു ദിവസം കൂടെ കിടന്നുറങ്ങില്ലേ, 4:30 വന്നിട്ട് പിന്നെ അപ്പൊ ഒരു 20-22 മണിക്കൂർ ഇതിനിടയ്ക്ക് കിടന്നുറങ്ങുകയും ചെയ്തു. അപ്പൊ ശരിക്കും ഒരു 72-73 മണിക്കൂർ കണ്ടിന്യൂസ് ഓടി എത്തിയെന്ന് പറയാം. അങ്ങോട്ട് നമ്മൾ 10-12 ദിവസം കൊണ്ടാ പോയത്. ഞങ്ങൾ അതെ, അപ്പൊ മിക്ക ട്രിപ്പും ഇങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ അരുണാചൽ പോയിട്ട് വന്നത് അങ്ങനെ ആയിരുന്നു. നമ്മള് വിചാരിച്ചു ഇവിടുന്ന് 10-12 ദിവസം കൊണ്ട് അവിടെ ചെന്നപ്പോ നമ്മള് താമസിച്ചു പോയത്. ബോർഡറിൽ കിടന്നിട്ട് നമ്മള് 11 ദിവസം അവിടെ ചെന്നപ്പോ താമസിച്ചു. 12 ദിവസം അവിടെ ചെന്നു. 12 ചെന്നേ, 12 ദിവസം കൊണ്ട് കാഠ്മണ്ഡു ചെന്നേ. അപ്പൊ അവരെന്നിട്ട് ഈ പാർട്ടി പറയാ ട്രാൻസ്പോർട്ട് ഓഫീസിൽ പോയി നിങ്ങൾ പെട്ടെന്ന് വന്നെന്നാ പറഞ്ഞത്. എന്താന്ന് ചോദിച്ചാ ഇത് സ്ഥിരം കയറുന്ന വണ്ടിക്കാരൊക്കെ പതുക്കെ പോകത്തുള്ളൂ. പതുക്കെ വളരെ പതുക്കെ. ലോറി 2 കാര്യങ്ങളാണ്. ചിലരെല്ലാം ഇപ്പം മിക്കവാറുള്ളവർ എല്ലാവരും തന്നെ ഒരു 11 മണിക്ക് ശേഷം ഓടുന്നവർ വളരെ കുറവാണ് ലോറി. ഇപ്പൊ നമ്മൾ വണ്ടിയില്ല, പക്ഷെ ആ സമയത്ത് ഓടുകയാണെങ്കിൽ വണ്ടി പെട്ടെന്ന് ഓടിയെത്തി. അങ്ങനെ അതുകൊണ്ടുകൂടെ നമ്മൾ ഇങ്ങോട്ടൊക്കെ പെട്ടെന്ന് ഓടിയെത്തി. ഈ രാത്രി സമയം 11-12 കഴിഞ്ഞ് വണ്ടിക്കാരെല്ലാവരും കിടന്നുറങ്ങിയിട്ട് പിന്നെ വെളുപ്പിനെ എടുക്കുക ചെയ്യുന്നത് 5 മണിക്കൊക്കെ അങ്ങനെ. പക്ഷെ സേഫ് എപ്പോഴും അതാ കേട്ടോ. എന്ന് പറഞ്ഞാൽ ഉറങ്ങിപ്പോയി ഒരു അപകടം ഉണ്ടാകുകയില്ല, അത് നല്ല. ഞങ്ങൾ പിന്നെ മാറി മാറി ഓടിച്ചോണ്ട് ഒരു മുത്ത മെയിനായിട്ട് പിന്നെ രാത്രിയിൽ ഓടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് 2 ദിവസം കണ്ടിന്യൂസ് ഓടി അല്ലേ, 2 ദിവസം ഓടി. അപ്പം ഞാൻ ഉറക്കം വരുമ്പോൾ കിടന്നോളെന്ന് പറഞ്ഞിട്ട് കിടന്നിട്ടും ഞാൻ നോക്കുമ്പോൾ നേരം വെളുക്കുമ്പോൾ 6-7 മണിയായപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ പോകുന്നു. അപ്പം അങ്ങനെ അത് പിന്നെ ബാക്കി വണ്ടികളെല്ലാം തന്നെ പിന്നെ മെയിനായിട്ട് ഈ ലോഡുകളൊക്കെ കൂടുതലും തമിഴ്നാട് വണ്ടികളാണ് പോകുന്നത്. തമിഴ്നാട് വണ്ടിക്കാർ എങ്ങനെയാണെന്ന് വെച്ചാൽ 45 to 55. അപ്പോൾ ഡീസൽ മൈലേജ് പിടിച്ച് ഓടിച്ചാൽ ഇപ്പം നമ്മളീ പോയിട്ട് വന്നാലും തൊണ്ടയ്ക്ക് പിടിച്ചു ഈ പോയിട്ട് വന്നതിനെക്കാട്ടിലും ഇപ്പം നമുക്ക് കിട്ടിയ മൈലേജിനെക്കാട്ടി കൂടുതൽ വണ്ടിക്ക് ഉറപ്പായിട്ട് കിട്ടും. നമുക്ക് 3.5 കിലോമീറ്റർ മൈലേജ് കിട്ടിയെങ്കിൽ മൈലേജ് പിടിച്ച് അതുപോലെ നോക്കുന്ന ആൾക്കാർ ഓടിക്കുകയാണെങ്കിൽ 4 കിലോമീറ്ററും കിട്ടും. അപ്പോൾ ഡീസൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു 100-150 ലിറ്ററൊക്കെ ഡീസൽ കുറച്ച് മതി. അപ്പോൾ അവർ പതുക്കെ അങ്ങനെ നോക്കി പതുക്കെ ഇങ്ങനെ പോകും. ദിവസം കൂടുതലൊന്നും ആകത്തില്ല. രാത്രി വരെ ഓടുകയാണെങ്കിൽ കൂടുതലൊന്നും ആകത്തൊന്നുമില്ല. ഈ സ്പീഡിൽ പോയെന്നും പറഞ്ഞ് വലിയ ഗുണമൊന്നുമില്ല. അപ്പൊ ഡീസലിന് പക്ഷെ നമ്മള് പിന്നെ അങ്ങനെ എന്താന്ന് വെച്ചാൽ മൈലേജ് പിടിച്ച് ഓടിക്കുമ്പോൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് കുറെ സമയങ്ങൾ അങ്ങനെ പോയിട്ട് പിന്നെ മൈലേജ് പിടിച്ച് ഓടിക്കുമ്പോഴൊക്കെ ഉറക്കമൊക്കെ വരാനുള്ള ഒരു സാധ്യത. അതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെ മൈലേജ് നോക്കിയല്ല ഓടിക്കുന്നത്. പിന്നെ നമ്മളിപ്പോ ഇന്ത്യയിലേക്ക് കയറിയപ്പോ ഹൈവേ അല്ല, നല്ല റോഡല്ലേ, മൊത്തം നല്ല വഴി. ഇങ്ങോട്ട് കയറി അതൊരു പ്രത്യേക ഒരു ഇങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോ ഒരു പ്രത്യേക ടോള് കൊടുത്തെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇവിടെ നിൽക്കുമ്പോൾ ഇതിന് പല പല കുറ്റങ്ങൾ തോന്നും. വേറൊരു സ്ഥലത്ത് പോയിട്ട് വരുമ്പോഴേ വില മനസ്സിലാക്കുള്ളൂ.
ആകെപ്പാടെ ഈ വാഷ്റൂമിന്റെ പ്രശ്നം അത് ഞാൻ അല്ല നമ്മുടെ പിന്നെ ഹൈവേകളിലെല്ലാം വാഷ്റൂം ഇഷ്ടം പോലെ ഉണ്ട്, മെയിൻറ്റെയിൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ചെയ്യുന്നില്ല. കുറവാന്നുള്ളതേ ഉള്ളൂ. അതാണ്, അതിനുള്ള ആളില്ല. പിന്നെ ഉപയോഗിക്കുന്നവർ ഇത് നല്ലപോലെ ഉപയോഗിക്കുകയല്ല, എല്ലാം നശിപ്പിച്ചിട്ടേക്കുക. അതാ ഒരു പ്രശ്നമാണ്. മെയിൻറ്റെയിൻ ചെയ്യാൻ ആളില്ല എന്നുള്ളത് തന്നെയാണ് ഒരു മെയിൻ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ അപ്പോൾ ഇത്രയും. അപ്പം ഇനിയിപ്പം ഇനി അടുത്ത എന്നാ പ്ലാൻ? അടുത്ത നമുക്ക് എങ്ങോട്ടെല്ലാം അടുത്ത ട്രിപ്പ് പോവാം. അടുത്ത ട്രിപ്പ് എങ്ങനെ പോകുന്നത്? കാരവണ്ടി വേണോ, തോക്കുമാരന്റെ വണ്ടി വേണോ? കുഞ്ഞിക്കിളിക്ക് ഏതാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ കുഞ്ഞിക്കിളിക്ക് ഒന്നുകൂടെ ലോലോയാണ് ഇഷ്ടം. പിന്നെ എല്ലാവരും കോപ്പിയോ വേണോ? എല്ലാരും കൂടെ പോണേ നമുക്ക് ഇതേ പോകാനും പറ്റത്തില്ല. പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ചർച്ചയിലിരിക്കുന്നത് എങ്ങോട്ട് പോകണം. പിന്നെ ഞാൻ എൻ്റെ മനസ്സിലൊരു കാര്യമാണ് ഓർത്തത് എന്താണെന്ന് വെച്ചാൽ, ഏക്കൽ ഇത്രയായി. ഇപ്പം നമുക്ക് ഈ 66 ഇവിടെ നമ്മളിപ്പം കാരവനെ പോയാലും ഈ വണ്ടി ഇവിടെ ചുമ്മാ കിടക്കുകയുള്ളൂ. അപ്പോൾ ആ കാരവനെ പോകുന്നതോടെ ഒരു ലോഡ് ഇതിനും സെറ്റ് ചെയ്ത് ഇതോടെ കൂട്ടി ഒരുമിച്ച് അങ്ങ് കൊണ്ടുപോയാൽ അത് ഇച്ചിലൂടെ നല്ല. അപ്പോൾ വണ്ടി ചുമ്മാ അല്ലേ കിടക്കുമല്ലോ ഉള്ളൂ. അപ്പം നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അപ്പം നോർത്ത് ഈസ്റ്റ് സൈഡ് എവിടെയെങ്കിലും പോകാത്ത ഏതെങ്കിലും എങ്ങോട്ടെങ്കിലും ഒരു ലോഡ് സെറ്റ് ആവുകയാണെങ്കിൽ 66 ഒരു ലോഡ് കയറ്റി 66 നമുക്ക് കാരവണ്ടിയും കൊണ്ടുപോകാം. മറ്റേ തോക്കുമാരന്റെ വണ്ടി പണിയൊന്നും ആയില്ല. അതോ ഞങ്ങൾ അതേ പോകാനായിരുന്നു പ്ലാൻ ചെയ്തത്. അതായിരുന്നു പ്ലാൻ. വെക്കേഷൻ അങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷെ അത് നടക്കുന്ന ലക്ഷണമില്ല. അവിടെ ചേട്ടന് പണിക്കാരൊന്നും ഇല്ല, ഒന്നും ആയില്ല. അപ്പൊ അതുകൊണ്ട് ആ പരിപാടി നടക്കുകയില്ല. ഇപ്പം കുഞ്ഞിക്കിളിക്ക് ധൃതി വെച്ച് നിൽക്കുക, അല്ലെങ്കിൽ സ്കൂൾ തുറക്കുമെന്നും പറഞ്ഞ് വഴക്കാം. അപ്പൊ അതുകൊണ്ട് മിക്കവാറും അടുത്ത ട്രിപ്പ് എനിക്ക് തോന്നുന്ന ഈ വണ്ടിയും 66 കാരവണ്ടിയും കൂടെ ഒരുമിച്ച് ഒരു ട്രിപ്പാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിന് ലോഡ് കിട്ടിയാൽ, ഇങ്ങനെയുള്ളിടത്തോട്ടൊന്നും നമ്മൾ അങ്ങനെ നോക്കിയാൽ പെട്ടെന്ന് ലോഡ് കിട്ടത്തില്ല. അപ്പോൾ ആ ലോഡ് ഉണ്ടെങ്കിൽ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് കാരവണ്ടിയെ തന്നെ ഒരു ട്രിപ്പ് പോകേണ്ടി വരും. അതെ. എന്നാൽ പിന്നെ എങ്ങോട്ടാണെന്ന് അറിയത്തില്ലാത്ത പുതിയ യാത്രയുടെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.